അപ്പൻഡിസൈറ്റിസ് എന്താണെന്നും അപ്പൻഡിസൈറ്റിസിൻ്റെ ടൈപ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൻഡിസൈറ്റിസിൻ്റെ ക്ലാസിക്കൽ സിംറ്റമായിട്ട് പറയുന്നത് വയറിൻ്റെ വലതുവശത്തു നിന്നുള്ള വേദനയാണ്, അല്ലെങ്കിൽ നേവൽ റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വയറിൻ്റെ വലതുവശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന വേദന. അതുപോലെ പനി, തലകറക്കം, ഛർദി, വയറിളക്കം, വിശപ്പില്ലായ്മ, ഗ്യാസ് ട്രബിൾ, വയറ് വീർക്കുന്നത്. ചില റെയറായിട്ടുള്ള കേസിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടാം. ശരിയായ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ അപ്പൻഡിസൈറ്റിസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. വേവിച്ച പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിങ്ങനെ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുകയും പതിവായിട്ടുള്ള മലവിസർജനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ലീൻ പ്രോട്ടീൻ, ചിക്കൻ, മീൻ എന്നിവ ദഹന വ്യവസ്ഥയിൽ അനാവശ്യമായ കൊഴുപ്പോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നവയല്ല. യോഗട്ട്, തൈര് എന്നിവയിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. ഇവ കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ സൂപ്പ്, ഓട്സ്, പഴം ആൻഡ് പ്രോപ്പർ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ്? ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ഫാറ്റി ഫുഡ്, ഫ്രൈഡ് ഫുഡ്, ഷുഗറി ഫുഡ്, ഐസ്ക്രീംസ്, ബട്ടർ, ചീസ് പോലെയുള്ള പാലുൽപ്പന്നങ്ങൾ, പെപ്സി, 7up പോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കെഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, ആൽക്കഹോൾ. ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓറഞ്ച് പോലെയുള്ള അസിഡിക് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ മെലൺ, ഡേറ്റ്സ്, ഗ്രേപ്സ് എന്നിവയൊക്കെ ബ്ലോട്ടിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് വയറിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്, പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെരി ഹൈ ഫൈബർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൻഡിസൈറ്റിസ് പേഷ്യൻസിൽ അത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയേക്കാം. സോ ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ ഒരു നല്ല ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് അഡ്വൈസ് എടുക്കുക. താങ്ക് യു.